നഗരങ്ങളിൽ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് സ്ഥലപരിമിതി. ഒരു 5 സെന്റെങ്കിലും ഉണ്ടെങ്കിലല്ലേ സാമാന്യം നല്ലൊരു വീട് വെക്കാനാവൂ എന്നുള്ള ഒരു സങ്കല്പം ഒരു വശത്ത്, 5 സെന്റെങ്കിൽ 5 സെന്റിന് നഗരപ്രദേശങ്ങളിൽ കൊടുക്കേണ്ടി വരുന്ന ഭീമമായ വില മറുവശത്ത്. ഇത് രണ്ടും കൂടിയാകുമ്പോൾ ഒരു സാധാരണക്കാരന് നഗരത്തിൽ സ്വന്തം സ്ഥലത്ത് സ്വന്തം വീട് എന്നുള്ള ആ ഒരു സ്വപ്നത്തിന് പലപ്പോഴും ദീർഘകാല അവധി നൽകേണ്ടി വരും. എന്നാൽ ആർക്കിടെക്ചറിന്റെ ഇന്നത്തെ സാധ്യതകളും ഒരു മികച്ച ആർക്കിടെക്റ്റിന്റെ ആശയങ്ങളും വ്യക്തമായ പ്ലാനിങ്ങും കൂടി ഉണ്ടെങ്കിൽ ഈ വെല്ലുവിളികളെ നേരിടാനാവും എന്നതാണ് സത്യം. വീടിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വീടിന്റെ വാതിൽ തുറക്കുമ്പോൾ 2 സെന്റിൽ 5 ബെഡ്റൂമുകളുള്ള വീട്. കിളിവാതിലിൽ കിടപ്പുമുറിക്ക് സംഭവിച്ച രൂപമാറ്റം. കോസ്റ്റ്ഫോർഡ് ജോയിന്റ് ഡയറക്ടർ ആർക്കിടെക്ട് PB സാജൻ ഡിസൈൻ ചെയ്ത തിരുവനന്തപുരം ഇടപ്പഴഞ്ഞിയിലുള്ള രാജേഷിന്റെയും ശ്രീജയുടെയും കൃഷ്ണമംഗലം എന്ന വീട്ടിലേക്കാണ് ഇന്ന് വീടിന്റെ വാതിൽ തുറക്കുന്നത്. രണ്ട് സെന്റും 130 സ്ക്വയർ ലിങ്സുമുള്ള ഒരു ചെറിയ പ്ലോട്ട് നഗരമധ്യത്തിൽ. അതിൽ 1350 സ്ക്വയർ ഫീറ്റ് ഉള്ള സാമാന്യം വലുപ്പമുള്ള ഒരു വീട് 3 നിലകളിലായി. എന്നാൽ 2 നിലയുള്ള ഒരു വീടിന്റെ ഫീൽ മാത്രമേ പുറത്തുനിന്ന് ലഭിക്കുന്നുള്ളൂ. കോസ്റ്റ്ഫോർഡിന്റെ മുഖമുദ്രയായ എക്സ്പോസ്ഡ് ബ്രിക്ക് കൺസ്ട്രക്ഷൻ തന്നെയാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത്. വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു സൈറ്റായിട്ടാണ് രാജേഷ് നമ്മളെ സമീപിക്കുന്നത്. അതിൻ്റെ ഡിസൈനായിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ഈ 2 സെൻറ്റിനകത്ത് തന്നെ ഇതെല്ലാം ഒതുക്കണ്ടേ, 2.13 സെൻറ്റ് സ്ഥലത്ത് തന്നെ എല്ലാം ഒതുക്കണ്ടേ. അങ്ങനെ വളരെ കൃത്യമായിട്ട് തന്നെ താഴെ അച്ഛനും അമ്മയ്ക്കും അനുജനുള്ള സ്ഥലവും മുകളിലും അതിൻ്റെ മുകളിലുമായിട്ട് രാജേഷിനുള്ള സ്ഥലവും നമ്മൾ ഡിസൈനിൽ ഒതുക്കിയെടുത്തു. ബിൽഡിംഗ് റൂൾസിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഈ വീടിന് ചെയ്തിട്ടില്ല. ഇതിൻ്റെ സൈഡിൽ വിടേണ്ടുന്ന സ്ഥലം, പുറകിൽ വിടേണ്ടുന്ന സ്ഥലം, ഫ്രണ്ടിൽ വിടേണ്ടുന്ന സ്ഥലം, ഇതെല്ലാം വിട്ടതിന് ശേഷമാണ് ഈ വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ബയോഗ്യാസ് പ്ലാന്റ്, സോളാർ എനർജി പാനൽ. ഒരുപാട് പണമുണ്ടെങ്കിൽ വീടിന്റെ പണിയൊക്കെ തീർന്നു കഴിയുമ്പോൾ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളൊരു സങ്കല്പമാണ് നമുക്ക് ഈ 3 കാര്യങ്ങളെക്കുറിച്ചുമുള്ളത്. എന്നാൽ 2 സെന്റിൽ പണിത ഒരു വീട്, അതും ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായി പണിതുയർത്തിയ ഒരു വീട്, അതിനുള്ളിൽ ഈ 3 കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് ഒരു എനർജി എഫിഷ്യന്റ് ഹോമാക്കി മാറ്റിയിരിക്കുന്നു കൃഷ്ണമംഗലത്തെ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ നിൽക്കുന്ന ഈ ഒരു പൊസിഷനിലാണ് ശരിക്കും 20,000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു റെയിൻ വാട്ടർ ടാങ്ക് വരുന്നത്. അതുപോലെ വീടിനുള്ളിൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബെഡ്റൂമിന്റെ താഴ്ഭാഗത്തായിട്ടാണ് ഒരു ബയോഗ്യാസ് റിസർവ് പ്ലാന്റ് വരുന്നത്. ഈ വീട്ടിൽ രാവിലെയും വൈകിട്ടും 3/4 മണിക്കൂർ വീതം ഇവരുടെ ആവശ്യത്തിനുള്ള ഉപയോഗത്തിനുള്ള ഗ്യാസ് കിട്ടുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റ് ആണ്. അതുപോലെ കിച്ചൺ വേസ്റ്റ് ഡിസ്പോസൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോബ്ലമേ അല്ല. തിരുവനന്തപുരം പോലെ ഒരു നഗരത്തിൽ വേസ്റ്റ് ഡിസ്പോസലിന്റെ ആ ഒരു പ്രോബ്ലം ഡീൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വളരെ വലിയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സോളാർ പാനൽസ് ആർ ഇൻ പ്ലേസ്. കയറി വരുമ്പോൾ വലതുഭാഗത്തായിട്ട് ഒരു പാസേജിന്റെ വലതുഭാഗത്തായിട്ട് നീറ്റ് സ്പേസസ് കൊടുത്ത് അവിടെ ഗ്ലാസ് ബ്രിക്സ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ചെറിയ സ്പേസസ് ആയതുകൊണ്ട് തന്നെ വെന്റിലേഷനുള്ള ഓപ്ഷൻസ് കുറവാണ്, ജനാലകൾ മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ലൈറ്റിനെ വീടിനുള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അത്തരത്തിൽ ഗ്ലാസ് ബ്രിക്സ് കൊടുത്തിട്ടുള്ളത്. മറുവശത്ത് ഒരു ഷോ കേസിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്, ഷോ പീസസും മറ്റും അറേഞ്ച് ചെയ്ത് വെക്കുന്നതിന് വേണ്ടി. അല്ല, വാളിൽ സ്ഥലം വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ സ്പേസ്. നമ്മൾ കയറി വരുമ്പോൾ ആ പാസേജ് നേരെ ഫേസ് ചെയ്യുന്നത് വാളിൽ തന്നെ ഒരുക്കിയിട്ടുള്ളൊരു പൂജാ സ്പേസിലേക്കാണ്. അതുപോലെ സൈഡിലായിട്ട് TV, സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് ലിവിങ്ങും ഡൈനിങ്ങും കമ്പൈൻഡ് ആയിട്ട് വരുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്.
ചേർന്ന് തന്നെയാണ് അടുക്കള. ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റ് വെച്ചാണ് ആ ഒരു സെപ്പറേഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെ 2 ബെഡ്റൂംസ് ഉണ്ട്. ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കുന്ന 2 ബെഡ്റൂംസ് ആണ്. അതിന് രണ്ടും കോമൺ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് നടുക്ക് നിന്ന് എക്സ്റ്റേണൽ എൻട്രൻസ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ അടുക്കളയിൽ നിന്ന് പുറത്തേക്കൊരു എക്സിറ്റും നൽകിയിട്ടുണ്ട്. ആവശ്യത്തിന് സ്റ്റോറേജും കാര്യങ്ങളും ഒക്കെ ലോഫ്റ്റായിട്ടും അതുപോലെ കബേർഡ്സ് ആയിട്ടും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് ഈ വീട്ടിലെ 2 ഫാമിലീസിൽ ഒരു ഫാമിലി താമസിക്കുന്നത്. ട്രാപ്പ് ബോണ്ട് കൺസ്ട്രക്ഷൻ ശൈലിയിലാണ് ഈ വീട് പണി ചെയ്തെടുത്തിട്ടുള്ളത്. അതായത് ഭിത്തിയുടെ കെട്ടിനുള്ളിൽ ഒരു എയർ കോളം വരുന്ന രീതിയിൽ കുറച്ചു ഭാഗം പൊള്ളയായിട്ടുള്ള കൺസ്ട്രക്ഷനാണ് ട്രാപ്പ് ബോണ്ട് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോൺക്രീറ്റും ഇഷ്ടികകളും ഉപയോഗിക്കുന്നത് കുറവായതുകൊണ്ട് തന്നെ ചിലവ് കുറയും. അത് കൂടാതെ വീടിനുള്ളിലെ ചൂട് കുറയ്ക്കാനും ഇത്തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ശൈലി സഹായിക്കും. അതുപോലെ റൂഫ് ചെയ്തെടുത്തിട്ടുള്ളത് ഫില്ലർ സ്ലാബ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 2 ഫേസിംഗ് ബെഡ്റൂമുകളിൽ ഒന്നാണിത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ബെഡ്റൂമിൽ മാത്രമല്ല ജനറലി വീട്ടിലാകെ 80% വുഡ് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന, ഈ പ്ലോട്ട് മേടിക്കുമ്പോൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന വീട് പൊളിച്ചു പണിതപ്പോൾ കിട്ടിയ വുഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ ഒരു 80% വുഡ് നീഡ്സ് മീറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഒരു 20% മാത്രമാണ് പുതിയ തടി ഉപയോഗിച്ചത്. അപ്പോൾ ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസ്സിൻ്റെ വളരെ വലിയൊരു സ്ട്രാറ്റജി തന്നെയായിരുന്നു പഴയ തടിയെ വീണ്ടും ഉപയോഗിക്കുക എന്നുള്ളത്. ഈ ബെഡ്റൂമിനെ സംബന്ധിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് താഴെയായാണ് ഈ വീട്ടിലെ ബയോഗ്യാസ് പ്ലാന്റ്. വീടിനുള്ളിൽ ബയോഗ്യാസ് പ്ലാന്റ് വയ്ക്കുന്നതിനെ കുറിച്ച് ഒരുപാട് ആളുകൾക്കുള്ള ഒരു കൺസേൺ ആണ് അതിൻ്റെ സെക്യൂരിറ്റി ആസ്പെക്ട്. എത്രയായാലും ഗ്യാസ് അല്ലേ എന്നുള്ള ഒരു പേടി. പക്ഷേ ഈ മുറിക്ക് അടിയിലാണെന്ന് പറയുമ്പോൾ ഒരു ബയോഗ്യാസ് പ്ലാന്റിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങാമെങ്കിൽ അതിൽ പകരം എന്ത് തെളിവാണ് വേണ്ടത്? ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി സേഫ്. വീടിനെ എനർജി എഫിഷ്യൻ്റ് ആക്കുന്നതിനുള്ള ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി കൂടിയാണിത്. സാധാരണ നമ്മൾ ഒരു സെപ്റ്റിക് ടാങ്ക് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് മീഥേൻ ഗ്യാസ് ഉണ്ടാവുന്നില്ല. ഇത് ബയോഗ്യാസ് പ്ലാന്റിനകത്ത് അവരുടെ കിച്ചണിൽ നിന്ന് വരുന്ന വേസ്റ്റും ഇവിടെ എന്തൊക്കെ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ടോ അത് മുഴുവൻ സംസ്കരിക്കാനായിട്ട് ഈ 2 സെൻറ്റ് സ്ഥലത്ത് വെച്ചിരിക്കുന്ന വീടിനകത്ത് നിന്ന് ഒരു തരത്തിലുള്ള വേസ്റ്റും പുറത്തേക്ക് കളയാത്ത രീതിയിൽ ആണ് ഈ വീട് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലെ മെയിൻ സ്പേസസിലൊക്കെ നമ്മൾ കണ്ടു ഫ്ലോറിംഗ് ടൈൽസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ സ്റ്റെയർ കേസിൽ വന്നിട്ട് ഒരു സിമെന്റ് ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ അങ്ങിങ്ങായി തറയോട് കാണുന്ന രീതിയിലുള്ള ഒരു കളർ കോമ്പിനേഷൻ. അപ്പോൾ അത് വാളിലെ ഇഷ്ടികയും സിമെന്റിന്റെ അതേ ഒരു കളർ സ്കീം തന്നെ ഫ്ലോറിലും വരുന്ന ഒരു അവസ്ഥ. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, സാധാരണ സ്റ്റെയർ കേസിന്റെ കാര്യത്തിൽ എല്ലാ വീടുകളിലും 2 ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസ് ഉണ്ടാവാറുണ്ട്. ഒരു ഫ്ലൈറ്റ്, അത് കഴിഞ്ഞിട്ടൊരു ലാൻഡിങ്, പിന്നീട് 1 more ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസ്. എന്നാൽ ഇവിടെ ഈ വീടിന്റെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഒരു സൈഡിൽ വീടിന്റെ മെയിൻ വോളിയം സ്റ്റെയർ കേസ് സൈഡിലേക്ക് ഒതുക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഒരു നിലയിൽ ഒരു ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർ മാത്രമേ വരുന്നുള്ളൂ. എക്സ്ട്രീംലി സ്പേസ് സേവിംഗ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ രീതിയാണ്. ഫസ്റ്റ് ഫ്ലോറിലുള്ള 2ാമത്തെ ഫാമിലിയുടെ സ്പേസ് ആണിത്. രാജേഷിന്റെയും ശ്രീജയുടെയും ഫാമിലിയുടെ ഒരു സ്പേസ്. താഴെ കണ്ട അതേ ആർക്കിടെക്ചറൽ പ്ലാൻ തന്നെയാണ് ഡൈനിങ്ങും ലിവിംഗ് ഏരിയയും കമ്പൈൻഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അതിന്റെ സൈഡിലായി തന്നെ കിച്ചൺ സ്പേസും കണ്ടെത്തിയിട്ട് സൈഡിൽ 2 ബെഡ്റൂംസ്, 2 ബെഡ്റൂമിനും കോമൺ ആയി ഒരു ബാത്റൂമും കൊടുത്തിരിക്കുന്നു. സ്പേസ് യൂട്ടിലിറ്റി ശരിക്കും കണ്ട് നമ്മൾ പഠിക്കേണ്ടതാണ് ഇവിടെ. അതായത് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുന്ന ഒരു പാസേജിന്റെ ഭാഗമായി തന്നെ ലിവിംഗ് ഏരിയയുടേതായിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്നുള്ള വാളിൽ തന്നെ TV വ്യൂവിംഗ് അറേഞ്ച്മെന്റിനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്പേസിന് വളരെ യോജിച്ച രീതിയിലുള്ള ഒരു 4 സീറ്റർ സിമ്പിൾ ഡൈനിങ് ടേബിൾ ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ കിച്ചനുമായിട്ടൊരു പാർട്ടീഷൻ വരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സ്റ്റോറേജ് കണ്ടെത്തിയിരിക്കുന്നു. ആവശ്യത്തിന് സൗകര്യങ്ങളൊക്കെയുള്ള സ്റ്റോറേജും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു കിച്ചൺ തന്നെയാണ്. അവിടെ നിന്ന് ഒരു സ്റ്റെപ്പിംഗ് ഔട്ട് സ്പേസ് പോലെ, അതുപോലെ ലോഫ്റ്റിലാണെങ്കിലും ആവശ്യത്തിന് സ്റ്റോറേജിന് ഉള്ള സ്പേസ് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഇവിടെ ലിവിങ്ങിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ താഴെ പോലും സ്റ്റോറേജ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് കൂടാതെ ഇവിടെ നിന്നൊരു ബാൽക്കണിയിലേക്ക് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്.
ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു ബാൽക്കണിയിൽ 2 സീറ്റിംഗ് സ്പേസും കണ്ടെത്തിയിട്ടുണ്ട്. ഇൻബിൽറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരുന്നത്. അതിൽ ടൈലിന്റെ പീസസ് ഒക്കെ വെച്ച് ഒരു മൊസൈക്ക് പാറ്റേണിൽ ചെയ്തെടുത്തതുപോലെ മനോഹരമാക്കിയിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള ഈ ഒരു ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സിന്റെ സൈഡിലായിട്ട് നീഡ് സ്പേസസ് കൊടുത്തിട്ട് അതിനുള്ളിൽ ചെറിയ ഓപ്പണിങ്സിൽ ഗ്ലാസ് ബോട്ടിൽസ്, നല്ല ബ്രൈറ്റ് ഗ്രീൻ കളറുള്ള ഗ്ലാസ് ബോട്ടിൽസ് വെച്ച് ഒരു ഇന്റീരിയർ എൻഹാൻസ്മെന്റ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ റൂഫിന്റെ കാര്യത്തിലും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, ഫില്ലർ സ്ലാബ് ഉപയോഗിച്ചിട്ടുള്ള റൂഫ് കൺസ്ട്രക്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സാധാരണ അതിനൊരു ഫിനിഷ് വരുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ കോൺക്രീറ്റ് തേച്ച രീതിയിലുള്ള ഒരു ഫിനിഷ്, അല്ലെങ്കിൽ ഓട് വിസിബിൾ ആകുന്ന രീതിയിൽ. എന്നാൽ ഇവിടെ ചെയ്തിട്ടുള്ളത് കോൺക്രീറ്റിൽ തന്നെ ഡിസൈനർ ഓപ്പണിങ്സ് കൊടുത്ത് അതിനിടയിലൂടെ ഭംഗിയുള്ള എലമെന്റ്സ്, ഇപ്പോൾ ചിലടത്ത് ചിരട്ട ഉപയോഗിച്ചിട്ടുണ്ട്, ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ചട്ടി ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഓട് വിസിബിൾ ആകുന്ന രീതിയിൽ അങ്ങനെ പലതരത്തിലുള്ള ഓപ്പണിങ്സ് കൊടുത്ത് ഒരു ഇന്റീരിയർ ഡിസൈൻ എൻഹാൻസ്മെന്റ് വരുത്തിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഫോൾ സീലിങ്ങിനൊക്കെ ഒരുപാട് പൈസ ചെലവാക്കി ചെയ്യുമ്പോൾ സീലിംഗിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ ഇത്തരത്തിലും ബ്യൂട്ടിഫിക്കേഷൻ നടത്താം. സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഒരു പാസേജിലൂടെ നാം നേരെ എത്തുന്നത് ഒരു യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. ഒരു സൈഡിൽ അയണിങ്ങിനും മറ്റുള്ള ഫെസിലിറ്റീസ് നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിൽ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നത് തുണി നമുക്ക് ഇവിടെ നിന്ന് നനച്ച് ഉണക്കിയിടാൻ പാകത്തിനുള്ള ഒരു ബാൽക്കണി സ്പേസും ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, അത് കാണാം. സെക്കൻഡ് ഫ്ലോറിൽ ഒരു യൂട്ടിലിറ്റി സ്പേസിനെ കൂടാതെയുള്ള ബെഡ്റൂമാണിത്. അറ്റാച്ച് ബാത്റൂം ഉണ്ട്, ഇൻബിൽറ്റ് ആയി തന്നെ കബേർഡ്സും കൊടുത്തിട്ടുണ്ട്. ഒരു ബെഡ്റൂമിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും, കോട്ട്, ഒരു ടേബിൾ, അലമാരി, അനുബന്ധമായിട്ടുള്ള സ്റ്റോറേജ്, ഒരു ഡ്രസ്സിംഗ് ടേബിൾ, എല്ലാ കാര്യങ്ങളും ഈ ചെറിയ സ്പേസിനുള്ളിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ റൂഫിൽ ഹോട്ട് എയറിനെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി 2 ചെറിയ ഹോളുകളും കൊടുത്തിട്ടുണ്ട്, വെന്റിലേഷൻ കൂടാതെ. അതായത് സ്പേസ് ഔട്ട് ചെയ്ത് വെള്ളം ഉള്ളിലേക്ക് വീഴുകയുമില്ല, എന്നാൽ ഹോട്ട് എയർ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യുകയും ചെയ്യും. ആ രീതിയിൽ 2 ഹോളുകളും കൊടുത്തിട്ടുണ്ട് സീലിംഗിൽ. അങ്ങനെ സ്വയം പര്യാപ്തമായ ഒരു ബെഡ്റൂം തന്നെയാണ് സെക്കൻഡ് ഫ്ലോറിലുള്ളത്. തലമുറകൾ ഒരുമിച്ച് താമസിക്കുന്ന കൃഷ്ണമംഗലം വീട്ടിലെ അംഗങ്ങൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. വീട്ടിലേക്ക് സ്വാഗതം. എന്താണ് ലാരി ബേക്കർ ഇൻസ്പയർഡ് ആയിട്ടുള്ള കോസ്ഫോർഡിന്റെ ഒരു കൺസ്ട്രക്ഷൻ, ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ലാരി ബേക്കർ സ്റ്റൈൽ എനിക്ക് താല്പര്യമുള്ളതാണ്. പിന്നെ അതിനെക്കുറിച്ച് ഒരുപാട് വായിച്ചു. പിന്നെ എമംഗ് ദ കൺസ്ട്രക്ഷൻ നടക്കുന്നവരിൽ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് കോസ്ഫോർഡാണ്. അപ്പം അങ്ങനെ കോസ്ഫോർഡിലേക്കാണ്. ചെലവ് ചുരുക്കൽ എന്നുള്ള ആ ഒരു ബൗണ്ടറിക്ക് ഉള്ളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ സാധാരണ എല്ലാവരും ഒഴിവാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അല്ലെങ്കിൽ സോളാർ എനർജി യൂസ് ചെയ്തിട്ടുള്ള അത്തരം കാര്യങ്ങളും കൂടി ഇൻകോർപ്പറേറ്റ്. അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള തീരുമാനം തന്നെ, അല്ലെങ്കിൽ ആഗ്രഹമായിരുന്നു? അത് ആഗ്രഹമായിരുന്നു, ഒരു ഗ്രീൻ ലിവിങ് എന്നുള്ള ഒരു കൺസെപ്റ്റിന്റെ കാര്യമാണ്. അതുപോലെ സോളാർ എനർജി ഇപ്പോൾ തന്നെ അതിനായിട്ടൊക്കെ അതിനുവേണ്ടി പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഒരു മുന്നോടി എന്നതിലേക്ക് സോളാർ എനർജി ഉപയോഗിക്കാനുള്ള തീരുമാനം. പിന്നെ ഗ്യാസിനൊക്കെ വില കൂടി വരുന്നുണ്ട്. അതുപോലെ വേസ്റ്റ് മാനേജ്മെന്റിന് ബെറ്റർ ബയോഗ്യാസ് ആണെന്ന് തോന്നിയുണ്ട്, പിന്നെ ബയോഗ്യാസിലേക്ക് മാറും. ഈ അപ്പാർട്ട്മെന്റ് സ്റ്റൈലുള്ള ഒരു കൺസ്ട്രക്ഷൻ, അത് ആർക്കിടെക്ടിന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു സജഷൻ ആയിരുന്നോ, അതോ നിങ്ങൾ തന്നെ ആവശ്യപ്പെട്ടതാണോ? നമ്മൾ ആവശ്യപ്പെട്ടതാണ്, പക്ഷേ സാറിന്റെ ഡിസൈൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ട്. ഈ ഒരു പ്ലോട്ട് 2 സെന്റിലുള്ള ഒരുപാട് പരിമിതികളുള്ള ഇത്തരത്തിലൊരു പ്ലോട്ട് ഈ സ്ഥലത്ത് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? സ്കൂളിൽ പോകാനുള്ള സൗകര്യവും ഓഫീസുകളിൽ പോകാനുള്ള സൗകര്യവും മറ്റ് യാത്രാ സൗകര്യങ്ങൾ കൂടുതലുള്ളതായതുകൊണ്ട് ആണ് ഈ പ്ലോട്ട് തിരഞ്ഞെടുക്കാനുള്ളത്. നഗരത്തിന്റെ ഹൃദയഭാഗം തന്നെ ആയിട്ടുള്ള ഒരു സ്ഥലം. എന്താണ് ഈ വീട് നൽകുന്ന ഒരു ഫീൽ? എന്താണ്? സത്യം പറഞ്ഞാൽ ഈ വീട് നമ്മുടെ ഒരു സ്വപ്നം തന്നെയായിരുന്നു. അപ്പം എങ്ങനെയാണോ നമ്മൾ വിചാരിച്ച ആ രീതിയിലാണ് ഇപ്പോൾ ഈ വീട് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ കഴിയാനും, അതുപോലെ ധാരാളം ശുദ്ധവായു, ധാരാളം സൂര്യപ്രകാശം, അപ്പം ഇന്നത്തെ ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു ലൈവ്ലി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്.
പ്ലോട്ട് എന്ന നിലയിൽ നമുക്ക് സങ്കല്പിക്കാനാവുന്ന ഏറ്റവും ചെറിയൊരു സ്ഥലമാണ് ശരിക്കും 2 സെന്റ് എന്ന് പറയുന്നത്. ആ 2 സെന്റിനുള്ളിൽ 2 കുടുംബങ്ങൾക്ക് പ്രൈവസിയോടെ താമസിക്കാൻ പറ്റുന്ന രീതിയിൽ 2 വീടുകൾ തന്നെയാണ് സത്യത്തിൽ പണിതിരിക്കുന്നത്. അത് അപ്പാർട്ട്മെന്റ് സ്റ്റൈലിലുള്ള കൺസ്ട്രക്ഷൻ അഡോപ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ 1350 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് 1 വർഷം മുൻപ് 15 ലക്ഷം രൂപയ്ക്കാണ് പണി തീർന്നത്. അത് ബയോഗ്യാസ് പ്ലാന്റ്, അതുപോലെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, സോളാർ എനർജി ടാപ്പ് ചെയ്യുന്നതിനുള്ള സിസ്റ്റം, ഇക്കാര്യങ്ങളെല്ലാം അടക്കമാണ് 15 ലക്ഷം എന്നുള്ളത് ശ്രദ്ധേയമാണ്. സ്പേസ് സേവിങ്ങിനും കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്സിനും ഏറ്റവും മികച്ച ഉദാഹരണമായ ഒരു വീട്.